ഇക്കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ WWE ചാമ്പ്യൻ കോഡി റോഡ്സിനെ റിംഗിലേക്ക് വിളിച്ചുകൊണ്ട് റോക്ക് ഒരു വലിയ കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അതായത് കോഡി റോഡ്സ് ഇനി മുതൽ റോക്കിന്റെ ചാമ്പ്യനായിട്ട് മുന്നോട്ട് പോകണം. ഇങ്ങനെയാണ് കോഡി റോഡ്സിനോട് റോക്ക് ആവശ്യപ്പെട്ടത്. അതായത് റോക്ക് പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് കോഡി റോഡ്സ് ഇനി ചാമ്പ്യൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണം എന്ന ടൈപ്പിൽ. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു ഹീൽ ചാമ്പ്യനായിട്ട് കോഡി റോഡ്സ് മുന്നോട്ട് വരാനായിട്ടാണ്. അതായത് കോഡി റോഡ്സ് ഹീൽ ടേൺ ചെയ്ത് റോക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് നടക്കണം എന്ന ടൈപ്പിൽ. ഇതിന് ഒരു ഉദാഹരണം പറയണമെങ്കിൽ, മുൻപ് അതോറിറ്റിയുടെ സ്റ്റോറി ലൈൻ പോകുന്ന സമയത്ത് സെത്ത് റോളൻസ് എങ്ങനെയാണോ ട്രിപ്പിൾ എച്ചിന്റെ അണ്ടറിൽ WWE ചാമ്പ്യനായി മുന്നോട്ട് പോയത്, അതായത് ഒരു ഹീൽ റെസ്ലറായിട്ട്, അതേപോലെ ഒരു ഹീൽ റെസ്ലറായിട്ട് കോഡി റോഡ്സ് റോക്കിന് വേണ്ടി വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഒരു കോർപ്പറേറ്റ് ചാമ്പ്യനായിട്ട്, ഒരു ഹീൽ ചാമ്പ്യനായിട്ട് കോഡി റോഡ്സ് മുന്നോട്ട് പോകണം. അപ്പോൾ ആ ഒരു പ്രൊപ്പോസലാണ് റോക്ക് കോഡി റോഡ്സിനോട് ആവശ്യപ്പെട്ടത്. അതായത് കോഡി ഹീൽ ചാമ്പ്യൻ ആവണം എന്നുള്ള ഒരു ആവശ്യം. അപ്പോൾ ഇതിനുള്ള ഉത്തരമാണ് കോഡി റോഡ്സ് എലിമിനേഷൻ ചേംബറിൽ റോക്കിന് കൊടുക്കാൻ പോകുന്നത്. ഇതിലിപ്പോൾ രണ്ട് പ്രധാന സാധ്യതകളാണ് ഉള്ളത്. ഒന്ന്, റോക്ക് ആവശ്യപ്പെട്ടതുപോലെ കോഡി റോഡ്സ് ഒരു കോർപ്പറേറ്റ് ഹീൽ ചാമ്പ്യനായിട്ട് മുന്നോട്ട് പോകും റോക്ക് പറഞ്ഞതനുസരിച്ച്. അതായത് ഒരു വില്ലനായി മാറിയതിന് ശേഷം റോക്കിന്റെ സഹായത്തോട് കൂടിയിട്ട് കോഡി റോഡ്സ് മാച്ച് എല്ലാം വിൻ ചെയ്യുന്നത് പോലെയൊക്കെ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വില്ലനായതിനു ശേഷം റോക്കിന്റെ സഹായത്തോട് കൂടിയിട്ട് കോഡി റോഡ്സ് മുന്നോട്ട് പോകുന്നത് പോലെയായിരിക്കും കാണിക്കുക. അപ്പൊ നമ്മൾക്കറിയാം, എലിമിനേഷൻ ചേംബർ വിൻ ചെയ്യുന്നവർക്കാണ് കോഡി റോഡ്സിന്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് വരിക റെസ്ൽമേനിയയിൽ. അത് ചിലപ്പോൾ ജോൺ സീന ആയിരിക്കാം എലിമിനേഷൻ ചേംബർ വിൻ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ CM Punk ആയിരിക്കാം എലിമിനേഷൻ ചേംബർ വിൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഇപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും പേരാണ് ഭയങ്കരമായി വരുന്നത്. അതായത് എലിമിനേഷൻ ചേംബർ വിൻ ചെയ്യാൻ പോകുന്ന റെസ്ലേഴ്സ് ഇവരിൽ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവരിൽ ഒരാളാണ് ജയിക്കാൻ പോകുന്നത്. അപ്പോൾ എലിമിനേഷൻ ചേംബറിൽ റോക്കിന്റെ ഓഫർ എല്ലാം സ്വീകരിച്ചുകൊണ്ട് കോഡി റോഡ്സ് ഹീലാവാണെങ്കിൽ ജോൺ സീന അല്ലെങ്കിൽ CM Punk ഇവരിൽ ആരാണോ ആ മാച്ച് വിൻ ചെയ്യുന്നത് അവര് കോഡി റോഡ്സിനെ എതിർക്കാൻ ചാൻസ് ഉണ്ട്. അതായത് കോഡി റോഡ്സ് ഇത്രയും നാൾ കാണിച്ചതെല്ലാം കള്ളത്തരമായിരുന്നു. അവനൊരിക്കലും പീപ്പിളിന്റെ ചാമ്പ്യൻ ആയിരുന്നില്ല. അവരുടെ സ്റ്റോറി ഫിനിഷ് ചെയ്യുന്നതും എല്ലാം ഒരു കള്ളത്തരമായിരുന്നു. അതുപോലെ ആൾക്കാരെ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ പറയുന്നതും ഫേക്ക് ആയിരുന്നു. അവരുടെ ലക്ഷ്യം ചാമ്പ്യൻഷിപ്പ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ സംസാരിക്കാൻ ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ ജോൺ സീനയാവാം, അല്ലെങ്കിൽ CM Punk ആവാം. പിന്നീട് ജോൺ സീനയുടെ കൂടെയാണ് മാച്ച് എങ്കിൽ ജോൺ സീന, CM Punkന്റെ കൂടെയാണെങ്കിൽ CM Punkന്റെ മാച്ചിലും റോക്കിന്റെ സഹായത്തോട് കൂടിയിട്ട് കോഡി റോഡ്സ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്നത് പോലെ, അതായത് റോക്കിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് കോഡി റോഡ്സ് സ്റ്റിൽ ചാമ്പ്യൻ ആവുന്നത് പോലെയെല്ലാം കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ജോൺ സീന ആയാലും CM Punk ആയാലും ഇങ്ങനെയാണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്. കോഡി റോഡ്സ് ഹീൽ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയുമല്ല, പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്തെല്ലാം കോഡി റോഡ്സ് ഹീലായിക്കൊണ്ട് റോക്കിന്റെ സഹായത്തോടു കൂടി, അതായത് റോക്കിന്റെ കമ്പനിയിലെ ഒരു ചാമ്പ്യൻ എന്ന ടൈപ്പിലൊക്കെ മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതായത് റോക്കിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് കോഡി റോഡ്സ് വിൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ സ്റ്റോറി കാണിക്കുക. ഇതിൽ രണ്ടാമതുള്ളൊരു സാധ്യത, കോഡി റോഡ്സ് മൊത്തത്തിൽ റോക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ പ്ലാനും കാര്യങ്ങളും അങ്ങനെ തന്നെ റിജക്റ്റ് ചെയ്യും. അതായത് കോഡി റോഡ്സ് റോക്കിന്റെ ഈ ഒരു പ്ലാനോ കാര്യങ്ങളോ ഒന്നും അക്സെപ്റ്റ് ചെയ്യാതെ റോക്കിനെതിരെ കോഡി റോഡ്സ് മാറുന്നത് പോലെയും കാണിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് റോക്ക് ആവശ്യപ്പെട്ടതുപോലെ റോക്കിന്റെ ചാമ്പ്യനായി തനിക്ക് മുന്നോട്ട് വരാൻ താല്പര്യമില്ല എന്നും, താൻ ഒരു പീപ്പിൾ ചാമ്പ്യൻ ആണെന്നും, ഞാൻ ഒരിക്കലും നിന്റെ ചാമ്പ്യൻ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോക്കിന്റെ ആ ഒരു പ്രൊപ്പോസൽ കോഡി റോഡ്സ് നിരസിക്കാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എലിമിനേഷൻ ചേംബർ വിൻ ചെയ്യാൻ പോകുന്നത് ആരാണോ അവര് ഹീലാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു, ജോൺ സീന അല്ലെങ്കിൽ CM Punk ഇവരാണ് എലിമിനേഷൻ ചേംബർ വിൻ ചെയ്യാൻ പോകുന്നത് എന്ന്. ഇപ്പൊ ഉദാഹരണം, ജോൺ സീനയാണ് വിൻ ചെയ്യുന്നത് എന്ന് കരുതാം. അപ്പൊ ജോൺ സീന റോക്കിന്റെ അടുത്ത് വന്നുകൊണ്ട് ഇങ്ങനെ പറയും, അതായത് റോക്ക് പറഞ്ഞതുപോലെ ഒരു കോർപ്പറേറ്റ് ചാമ്പ്യൻ ആവാനായിട്ട് തനിക്ക് താല്പര്യമുണ്ട്, ഒരു ഹീലാവാൻ തനിക്ക് താല്പര്യമുണ്ട്. അതായത് ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു കോർപ്പറേറ്റ് ചാമ്പ്യനായി താൻ മുന്നോട്ട് പോകാം എന്ന ടൈപ്പിലൊക്കെ ജോൺ സീന വന്ന് പറയാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് റോക്കും ജോൺ സീനയും കൂടി ഒരു ടീം ഫോമായി റോക്കിന്റെ സഹായത്തോടു കൂടി കോഡി റോഡ്സിനെ റെസ്ൽമേനിയയിൽ തോൽപ്പിച്ചുകൊണ്ട് ഒരു ഹീൽ ചാമ്പ്യൻ ആവാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജോൺ സീനയുടെ ഈ ഒരു അവസാനത്തെ റണ്ണില് റോക്കിനോടൊപ്പം ചേർന്നിട്ടുള്ള ഒരു കട്ട വില്ലനായിട്ട് നമ്മൾക്ക് ജോൺ സീനയെ കാണാൻ സാധിക്കും. അതായത് ജോൺ സീന ഹീൽ ടേൺ ചെയ്ത് റോക്കിന്റെ കൂടെ പോകുമ്പോൾ
അത് ഒരു വേറെ ലെവൽ സംഭവം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ജോൺ സീനയുടെ റിട്ടയർമെന്റ് ടൂറിൽ നമ്മൾക്കറിയാം ജോൺ സീന മുൻപ് ഡോക്ടർ ഓഫ് തെഗ്നോമിക്സ് എന്ന ക്യാരക്ടറിലൊക്കെ ഹീൽ ടേൺ ചെയ്തുകൊണ്ട് ആരംഭ കാലഘട്ടത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെയുള്ള ഒരു ഹീൽ ടേൺ റോക്കിനോടൊപ്പം ചേർന്ന് റോക്കിന്റെ സഹായത്തോട് കൂടിയിട്ട് കോഡി റോഡ്സിനെ ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ തോൽപ്പിച്ചുകൊണ്ട് ജോൺ സീന ഒരു മാരക വില്ലനായി മാറുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഇത് സംഭവിക്കുകയാണെങ്കിലും വേറെ ലെവലായിരിക്കും. അപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ജോൺ സീനയെ വില്ലനായി കണ്ട നമ്മൾക്ക് ഈ റസൽമേനിയയ്ക്ക് ശേഷവും ജോൺ സീനയെ വില്ലനായി കാണാൻ സാധിക്കും. അപ്പോൾ മുൻപ് തന്നെ ഒരുപാട് റൂമറെല്ലാം ഉണ്ട് ജോൺ സീന ഹീൽ ടേൺ ചെയ്തേക്കാമെന്ന്. ഒരു പക്ഷെ റോക്കിന്റെ കൂടെ ചേർന്നുകൊണ്ട് ഹീൽ ടേൺ ചെയ്യുകയാണെങ്കിൽ അത് വേറെ ലെവലായിരിക്കും. അപ്പോൾ സീന എലിമിനേഷൻ ചേംബർ വിൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി സീന വിൻ ചെയ്യാതെ CM Punk ആണ് വിൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് CM Punkും ഒരു ഹീൽ ടേൺ ചെയ്തുകൊണ്ട് റോക്കിന് വേണ്ടിയിട്ട് കമ്പനിയുടെ ചാമ്പ്യനായി മുന്നോട്ട് പോകാം, അതായത് ഒരു കോർപ്പറേറ്റ് ചാമ്പ്യനായി താൻ മുന്നോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേപോലെ തന്നെ, അതായത് ജോൺ സീന എങ്ങനെയാണോ കോഡി റോഡ്സിനെ റോക്കിന്റെ സഹായത്തോടു കൂടി തോൽപ്പിക്കുക, അതുപോലെ തന്നെ റോക്കിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് കോഡി റോഡ്സിനെ CM Punk റസൽമേനിയയിൽ തോൽപ്പിച്ചുകൊണ്ട് CM Punkും ഒരു മാരക വില്ലനായിട്ട് റസൽമേനിയ ഡ്രീമും അതുപോലെ തന്നെ ചാമ്പ്യൻഷിപ്പും വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും ഒരു സാധ്യതയാണ്. അതായത് സീന ജയിച്ചിട്ടില്ലെങ്കിൽ CM Punk വന്നാലും റോക്കിനോടൊപ്പം നിൽക്കാനാണ് ചാൻസ് ഉള്ളത്. അതായത് കോഡി റോഡ്സ് റോക്കിന്റെ ഈ ഒരു ഓഫർ എല്ലാം റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം. അപ്പോൾ ഇതിലിപ്പോൾ പ്രധാനമായിട്ടും 3 ചാൻസ് ആണ് ഉള്ളത്. ഒന്നല്ലെങ്കിൽ കോഡി റോഡ്സ് ഹീൽ ടേൺ ചെയ്തുകൊണ്ട് റോക്കിനോടൊപ്പം ടീമായിക്കൊണ്ട് ഒരു ഹീൽ റെസ്ലറായി കോഡി റോഡ്സ് മുന്നോട്ട് പോകും. അതിനുശേഷം കോഡി റോഡ്സും റോക്കും ഒരു ടീമായിക്കൊണ്ട് പിന്നീട് റോക്കിന്റെ സഹായത്തോട് കൂടിയിട്ട് മാച്ചെല്ലാം വിൻ ചെയ്ത് കോഡി റോഡ്സ് മുന്നോട്ട് പോകും. ഇനി അഥവാ കോഡി റോഡ്സ് അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ എലിമിനേഷൻ ചേംബർ വിൻ ചെയ്യാൻ പോകുന്നത് ആരാണോ അവര് ഇത്തരത്തിൽ ഹീൽ ടേൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ജോൺ സീന അല്ലെങ്കിൽ CM Punk ഇവരാണ് വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ജോൺ സീനയ്ക്കാണ്. അതായത് ജോൺ സീന തന്റെ അവസാനത്തെ റണ്ണിൽ ഒരു ഹീൽ ടേൺ ചെയ്താൽ അത് വേറെ ലെവലായിരിക്കും. അപ്പൊ ജോൺ സീന വന്നാലും CM Punk വന്നാലും ഒരു വേറെ ലെവൽ സ്റ്റോറി ലൈൻ നമുക്ക് റസൽമേനിയയിൽ കാണാൻ സാധിക്കും. ഇനി മറ്റൊരു സാധ്യതയും കൂടി പറയാം. അതായത് ഒരു പക്ഷെ എലിമിനേഷൻ ചേംബർ ജോൺ സീന CM Punk ഇവര് വിൻ ചെയ്യാതെ ഡ്രൂ മാക്കിൻടയർ വിൻ ചെയ്യാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. പക്ഷെ ഡ്രൂ മാക്കിൻടയർ വിൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും അങ്ങോട്ട് സെറ്റ് ആവാനൊന്നും പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്രൂ മാക്കിൻടയർ ഓൾറെഡി ഒരു ഹീൽ റെസ്ലറാണ്. അപ്പോൾ ഹീൽ റെസ്ലറായിട്ടുള്ള ഒരാള് എലിമിനേഷൻ ചേംബർ വിൻ ചെയ്ത് റോക്കിന്റെ ഓഫർ എല്ലാം സ്വീകരിച്ച് വീണ്ടും ഹീലായി മുന്നോട്ട് പോയാൽ അതൊട്ടും സെറ്റ് ആവില്ല. അതായത് ജോൺ സീന CM Punk ഇവര് വരുന്നത് പോലെയുള്ള ആ ഒരു വലിയ ഓളമൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല ഡ്രൂ മാക്കിൻടയർ വിൻ ചെയ്ത. ഇപ്പോൾ ഡ്രൂ മാക്കിൻടയറിന്റെ പേര് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ റോയൽ റംബിളിൽ ജെയ്യൂസോനെ വെച്ച് ഒരു ട്വിസ്റ്റ് കാണിച്ചതുകൊണ്ട് എലിമിനേഷൻ ചേംബറിലും അത്തരത്തിൽ ഒരു ട്വിസ്റ്റ് WWE പ്ലാൻ ചെയ്തേക്കാം എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ CM Punkും ജോൺ സീനയും വിൻ ചെയ്യാതെ ഡ്രൂ മാക്കിൻടയർ എലിമിനേഷൻ ചേംബർ വിൻ ചെയ്യുന്നത് പോലെ കാണിച്ചേക്കാം. അപ്പൊ ജെയ്യൂസോനെ വെച്ച് ഓൾറെഡി റോയൽ റംബിൾ മാച്ചിൽ ഇത്തരത്തിൽ ഒരു ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് എല്ലാം നാശാക്കി വെച്ചേക്കാണ്. വീണ്ടും എലിമിനേഷൻ ചേംബറിലും ഇങ്ങനെ ട്വിസ്റ്റ് കൊടുക്കുമോ എന്നറിയില്ല. അതിന് ഒരു സാധ്യതയുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ജെയ്യൂസോനെ വെച്ച് ചെയ്ത ആ ഒരു ട്വിസ്റ്റിന്റെ ക്ഷീണം ഇതുവരേക്ക് മാറിയിട്ടില്ല. നോക്കാം എലിമിനേഷൻ ചേംബറിലും അങ്ങനെ ചെയ്യുമോ എന്ന്. അപ്പോൾ ഇതുപോലെ ഡ്രൂ മാക്കിൻടയർ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ജെയ്യൂസോയ്ക്ക് സംഭവിച്ച അതേ കാര്യം തന്നെ അവിടെയും സംഭവിക്കും. അതായത് ഡ്രൂ മാക്കിൻടയറിന് നിറയെ ഹേറ്റേഴ്സ് എലിമിനേഷൻ ചേംബർ വിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും. അതുകൊണ്ട് അത്തരത്തിൽ ഒരു ട്വിസ്റ്റ് വെക്കാതിരിക്കുകയാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പൊ പ്രധാനമായിട്ട് ജോൺ സീന അല്ലെങ്കിൽ CM Punk വിൻ ചെയ്ത് കോഡി റോഡ്സ് ഹീലാവാണെങ്കിൽ കോഡി റോഡ്സിനെ എതിർക്കുക, അല്ലെങ്കിൽ കോഡി റോഡ്സ് ഹീലാവാനുള്ള പ്ലാൻ ഇല്ല എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇവരിൽ ആരെങ്കിലും ഒരാൾ ഹീൽ ടേൺ ചെയ്തുകൊണ്ട് റോക്കിനോടൊപ്പം ടീമായി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു വേറെ ലെവൽ സ്റ്റോറി ലൈൻ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ സ്റ്റോറി ലൈനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരാൻ സാധ്യതയുള്ള മറ്റൊരു സ്റ്റോറി ലൈനും കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പൊ ആ സ്റ്റോറി ലൈൻ മറ്റൊന്നുമല്ല, റോക്ക് റോമൻ റെയിൻസ് ഇവർക്ക് തമ്മിലുള്ള മാച്ചാണ്, അല്ലെങ്കിൽ ഇവരുടെ സ്റ്റോറി ലൈനാണ്. ഇതിനുള്ളൊരു സാധ്യതയും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ റോക്ക് ഇവിടെ കോഡിയെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് കാണിച്ചിട്ടുള്ളത്, അതായത് കോഡിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, റോക്ക് കോഡി റോഡ്സ് റിലേഷൻഷിപ്പിനേക്കാൾ റോമൻ റെയിൻസ് റോക്ക് തമ്മിലുള്ള ബന്ധം. പക്ഷെ എന്നിട്ടും റോക്ക് കോഡി റോഡ്സിനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്.
അതായത് ഈ ഒരു കമ്പനിയിലെ ഏറ്റവും വലിയ ചാമ്പ്യനായിട്ട് റോക്കിന്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റോക്ക് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോഡി റോഡ്സിനെയാണ്. റോക്കിന് വേണമായിരുന്നുവെങ്കിൽ റോമൻ റെയിൻസിനെ സപ്പോർട്ട് ചെയ്ത് വീണ്ടും ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് കൊടുത്തുകൊണ്ട് റോമൻ റെയിൻസിനെ ചാമ്പ്യനാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ റോക്ക് കോഡി റോഡ്സുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കോഡി റോഡ്സിനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതായത് കോഡി റോഡ്സിനെ ഒരു വലിയ ചാമ്പ്യനാക്കി മുന്നോട്ട് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ റോക്ക് ഇങ്ങനെ കോഡി റോഡ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് റോമൻ റെയിൻസിന് പൊള്ളാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഭാവിയിൽ ഇവരുടെ ഒരു മാച്ച്, അതായത് റോക്ക് റോമൻ റെയിൻസ് ഇവരുടെ റെസൽമേനിയ മാച്ചിന്റെ ഒരു ഫ്യൂഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതായത് റോക്ക് എപ്പോഴും കോഡി റോഡ്സിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. റോമൻ റെയിൻസിന് അത് കണ്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ കാണിച്ചുകൊണ്ട് ഇവർക്ക് നടക്കാനിരിക്കുന്ന റെസൽമേനിയ മാച്ചിന് നല്ലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത വർഷം റെസൽമേനിയയിൽ മിക്കതും ഇവരുടെ മാച്ച് നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ്ങും എല്ലാം കൂടി സെറ്റാക്കിയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ് ഇവരിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കോഡിയെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് റോമൻ റെയിൻസ് റോക്കിനെ എതിർക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് റോമൻ റെയിൻസ് ഇവരുടെ മാച്ച് വന്നേക്കാം ഭാവിയിൽ. അപ്പോൾ റോമൻ റെയിൻസ് റോക്ക് ഇവരുടെ മാച്ച് ഒരുപാട് വർഷമായിട്ടുണ്ട് പറയുന്നത്. കഴിഞ്ഞ വർഷം നടക്കാനിരുന്നതും ക്യാൻസലായി പോയി. എന്നാൽ ഈ വർഷം ആ മാച്ച് നടത്താൻ സാധിക്കില്ല. അതായത് ഇവരുടെ മാച്ചൊക്കെ വെക്കുമ്പോൾ ഒരു നല്ല ഹൈപ്പിൽ സ്റ്റോറി ലൈൻ വേണം. അപ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ് എല്ലാം നമ്മൾക്ക് ഈ ഒരു സ്റ്റോറി ലൈൻ നടക്കുന്ന സമയത്ത് കിട്ടും. അതായത് കോഡി റോക്കിന്റെ കൂടെ പോയാലും ജോൺസീന CM പങ്ക് റോക്കിന്റെ കൂടെ പോയാലും റോമൻ റെയിൻസിന് ദേഷ്യം വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് റോമൻ റെയിൻസ് ആയിട്ടുള്ള മാച്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.